മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന KM ഷാജി ഈ സെക്കുലറൊക്കെ അടിച്ചിട്ട് വരുന്ന ആളാണ്. അതെ അതെ. ഇതെങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് എന്താ തെറ്റെന്ന് എനിക്ക് തോന്നുന്നത്. മതമല്ല പ്രശ്നം എന്ന് പറയുന്നത് തെറ്റ്. കാരണം 4599 ജാതി മതങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മതമാണ് പ്രശ്നം. മതത്തിൻ്റെ പേരിലാണ് കൊല്ലുന്നത്, മതത്തിൻ്റെ പേരിലാണ് വിഭജിക്കപ്പെടുന്നത്. രാജ്യം വിഭജിക്കപ്പെട്ടത് മതത്തിൻ്റെ പേരിലാണ്. മതത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ്റെ ഭക്ഷണത്തെയും വസ്ത്രത്തെയും തീരുമാനിക്കുന്ന ഒരു രാജ്യത്ത് മതമല്ല പ്രശ്നം എന്ന് പറയുന്ന പോലെ ഒരു പൊട്ടത്തരല്ല. പക്ഷേ പ്രസംഗത്തിൻ്റെ കോണ്ടെക്സ്റ്റ് അതല്ല. 2021 കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പ്രസംഗത്തിൽ തീവ്രവാദികൾ അല്ലെങ്കിൽ നാസ്തികരായ CPMകാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് പുറകെ പോകരുത്, നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി വേണം, നമുക്ക് മതമാണ് പ്രശ്നം, അങ്ങനെയാണ് പറഞ്ഞത്. അല്ല അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് മതമല്ല 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 പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ ഓരോരുത്തർക്കും ഇന്ത്യയിൽ മതമാണ് 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 പ്രശ്നം. എനിക്ക് എൻ്റെ മതം പ്രശ്നം തന്നെയാണ്. എൻ്റെ വിശ്വാസത്തെ ഒന്നിൻ്റെ പേരിലും അടിയറ വെക്കാൻ ഞാനൊരുക്കല്ല. ഞാനെന്നല്ല, ഇന്ത്യയിലെ ഒരു മതസമൂഹം ഒരുക്കല്ല. ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ പ്രശ്നം എന്താണ്? വർഗീയത എന്ന് പറയുന്നതാണ് പ്രശ്നമെങ്കിൽ അപരമതദ്വേഷമാണ് വർഗീയത. വേറൊരു മതത്തെ നമ്മൾ ദ്വേഷിക്കലോ അല്ലെങ്കിൽ ആ മതത്തിനെതിരെ നിൽക്കലോ ആണ് വർഗീയത. എൻ്റെ മതത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നതിൽ എനിക്ക് കുഴപ്പമുണ്ടെങ്കിൽ റാം റാം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി മരിച്ചു പോകില്ല. അല്ല, അപ്പോൾ ഏതെങ്കിലും ഒന്ന് പറയണം. ഈ മതം എന്ന് പറയുന്നത് തീവ്രമായതുകൊണ്ട് അതുകൊണ്ട് മതം ഇന്ത്യയിൽ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണോ, മതം എൻ്റെ ഐഡന്റിറ്റിയുടെ ഭാഗമായി? ഇത് രണ്ടും താങ്കൾ ഇപ്പോൾ പറഞ്ഞില്ലേ? രണ്ടുമാണ്. മതം എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. എൻ്റെതെന്നല്ല, ഇന്ത്യയിലെ 99% മനുഷ്യരുടെ. അപ്പോൾ മതം ഒരു പ്രശ്നം ആയതുകൊണ്ട് മതം താങ്കൾക്കും ഒരു പ്രശ്നമാണ്? ആണ്, തീർച്ചയായിട്ടും മതം ഒരു പ്രശ്നമാണ്. ഇവിടെ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നു, മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു, മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്ത് നമ്മൾ പിന്നെയും മതവും പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ മതം? അപ്പം മതം പറയണ്ടേ? പറയാതിരിക്കുന്നതല്ലേ നല്ലത്? പറയണം എന്നാണ്. പറയാതിരുന്നോണ്ട് കാര്യമില്ല. പറയാതിരിക്കുന്ന കാപട്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണോ നമ്മുടെ പെൺകുട്ടികളെ റോഡിലിറക്കി നൃത്തം ചെയ്യിപ്പിക്കുന്നു അവർ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റോടെ വരുന്നുണ്ട്? അതൊരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായൊരു കോണ്ടസ്റ്റാണ്. അന്ന് മനഃപൂർവ്വം ഒരു തെരുവ് നാടകം കമ്മ്യൂണിറ്റിയുടെ തട്ടം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട, തലം മറക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ആ ഡാൻസ് ഉണ്ടാവുന്നത്. എല്ലാവർക്കും അറിയാം. അതിനെയാണ് ഞാൻ വിമർശിച്ചത്. അതല്ലാതെ ആ സാധനത്തിനെ കൊണ്ടുവന്നിട്ട് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പറയുന്ന ആളുമല്ല. എൻ്റെ ലൈഫ് സ്റ്റൈലോ എൻ്റെ രീതിയോ അങ്ങനെയല്ല. ശ്രീ KM ഷാജി, ഓരോ സമയത്ത് ഓരോ രീതിയിൽ താങ്കൾ പറയുന്നു എന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള വിമർശനം. IS പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതൊരു 5-6 വർഷം മുമ്പത്തെ താങ്കളുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ മാസം ഒക്ടോബറിൽ വരുമ്പോൾ താങ്കളുടെ പ്രസംഗം വരുമ്പോൾ ലീഗിൻ്റെ വഴിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വരുന്നു, അവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് നല്ല കാര്യമാണ്. എവിടുന്ന് എവിടെ എത്തി? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള വ്യത്യാസത്തിൽ തരിമ്പും വ്യത്യാസം ഇപ്പോഴും ഇല്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം, ലീഗ് ജമാഅത്തെ ഇസ്ലാമി ആവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ജമാഅത്തെ ഇസ്ലാമി ലീഗ് ആവണം.